ഇത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? അതിനെ ഒന്നും ഞാൻ വിമർശിക്കുന്ന ഒന്നുമില്ല. അദ്ദേഹം അർഹതയുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. അതുപോലെ മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച ആളാണ് വി.ഡി. സതീശൻ. അദ്ദേഹം മന്ത്രിയാകും എന്ന ഒരു ധാരണയായിരുന്നു. പക്ഷേ ഒടുവിൽ സതീശനും തഴയപ്പെട്ടു. ലോട്ടറി മാഫിയയുടെ സ്വാധീനമാണോ? പ്രതിപക്ഷം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കഴിവൊരു മാനദണ്ഡമല്ലേ താങ്കളുടെ? സതീശനും കഴിവുള്ളയാളാണ്. സതീശനും മന്ത്രിസഭയിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചില പരിമിതികൾ ഉണ്ടായി. അത് എല്ലാവർക്കും അറിയാം. ശ്രീ വി.എസ്. അച്യുതാനന്ദനാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ ഭയക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷം, താങ്കൾ നേതൃത്വം കൊടുത്ത പ്രതിപക്ഷം ഭയപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു പല കാര്യങ്ങളിലും. അങ്ങനെ ഒരു ഭയമുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് എന്തുപോയാണ് കോൺഗ്രസിൻ്റെ നയങ്ങളും പരിപാടികളുമായിട്ട് UDF അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് നീങ്ങും. യാതൊരു സംശയമില്ല. അല്ല, എന്നും ഒരു തലവേദനയായിരിക്കില്ലേ? എന്ത് തലവേദന? ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ പ്രത്യേക ജാഗ്രത പുലർത്തും. പ്രതിപക്ഷം ശക്തമാണ്, പ്രതിപക്ഷം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു പറയുമ്പോൾ നിശ്ചയമായും തെറ്റ് ചെയ്യാതെ നല്ലത് തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാൻ അതൊരു ശക്തി പകരും. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു പട്ടാളക്കാരന് കാസർഗോഡ് അനധികൃതമായി ഭൂമി പതിച്ചു കൊടുത്തു. താങ്കൾ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ നടപടി ഉണ്ടാവുമോ? ഒരു വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ? അല്ല, ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലപാട് UDFൻ്റെ പറഞ്ഞിട്ടുണ്ട്. UDF ഒരിക്കലും പ്രതികാര നടപടി എടുക്കത്തില്ല. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകും. അഴിമതി കാട്ടിയിട്ടുണ്ട്, സ്വജനപക്ഷപാതം കാട്ടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിയമം അവിടെ പാലിക്കപ്പെടണം. നടപടിക്രമങ്ങളിൽ ഉള്ള പാളിച്ചയാണ് വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻ്റലായിട്ട് പരിശോധിക്കണം. ഞങ്ങൾ ആരെയും വേട്ടയാടുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല. അതേസമയം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതൊരു ക്ലിയർ കട്ട് കേസല്ലേ? അത് ഇനിയിപ്പം നോക്കും. അങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഫയലുകളും തീരുമാനങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ വി.എ. അരുൺകുമാറിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതേപ്പറ്റി അന്വേഷിക്കണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിന് മുൻകൈ എടുക്കുമോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിനുമുള്ളത്. ഞാൻ അസംബ്ലിക്കകത്തും പുറത്തും ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അന്നത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് എഴുതി തന്നാൽ അന്വേഷിക്കുമെന്ന്. അതനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തു. അപ്പം അത് ലോകായുക്തയ്ക്ക് വിടുക ചെയ്തത്. ലോകായുക്ത എനിക്ക് ബഹുമാനമുണ്ട്, അത് ജുഡീഷ്യൽ ബോഡിയാണ്. പക്ഷേ ലോകായുക്തയ്ക്ക് കൊടുക്കാനാണ് എനിക്ക് തന്നെ നേരിട്ട് കൊടുക്കാമായിരുന്നല്ലോ. അത് അദ്ദേഹം പരസ്യമായി ജനങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ലോകായുക്തയ്ക്ക് വിട്ട നടപടി ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കും. നിയമവിരുദ്ധമായി അഴിമതിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകും. അല്ല, എന്തുകൊണ്ട് ഈ CPM ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ആർജവം കോൺഗ്രസ് എന്താ കാണിക്കാത്തത്? അത് അല്ല, പല നേതാക്കളെയും താങ്കൾ പറഞ്ഞ പോലെ വേട്ടയാടുകയായിരുന്നു. അത് വേട്ടയാടണം എന്നുള്ളതല്ല, അത് ഉചിതമായ നടപടികളെങ്കിലും കൈക്കൊണ്ടു. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. രാഷ്ട്രീയ പ്രതിയോഗികളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് മിഷനറിയെ മിസ്യൂസ് ചെയ്യുക, എന്തും ചെയ്യുക. ഒരിക്കലും കോൺഗ്രസ് ആ ഒരു പ്രവർത്തന ശൈലിയോട് യോജിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിടാൻ കോൺഗ്രസിന് സാധിക്കും. അപ്പം ഇനി എന്തിനാണ് മറ്റൊരു മാർഗത്തിൽ പോകുന്നത്? ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഇതുപോലെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പരിശോധിക്കപ്പെടും, അത് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ടേമിൽ അതിവേഗം ബഹുദൂരമായിരുന്നു താങ്കളുടെ മുദ്രാവാക്യം. ഇക്കുറി എന്താണ് മുദ്രാവാക്യം? ഈ തെരഞ്ഞെടുപ്പ് ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വികസനവും കരുതലും, ഇതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഉയർത്തിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.
വികസനത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യൂ? വികസനം എന്ന് പറയുമ്പോൾ UDF ലക്ഷ്യമാക്കുന്നത് സമഗ്രമായ വികസനമാണ്. ആർക്കെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വികസനമല്ല. സംസ്ഥാനത്തിൻ്റെ വികസനം, അതെല്ലാ വിഭാഗം ജനങ്ങൾക്കും കിട്ടുന്ന പ്രയോജനം കിട്ടുന്ന വികസനം, അതാണ് ലക്ഷ്യമാക്കുന്നത്. അല്ല, വികസനത്തിൽ എന്തുകൊണ്ടാണ് ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കാത്തത്? അതാണ് UDFൻ്റെ ലക്ഷ്യം. ഒരു സമവായത്തോടുകൂടി, ഒരു കൂട്ടായ്മയോടുകൂടി സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് പ്രയോജനകരമായ പരിപാടികളുമായിട്ട് പോകണം എന്ന് തന്നെയാണ് UDF ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് UDF ശ്രമിക്കും. സ്മാർട്ട് സിറ്റി പദ്ധതി, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി താങ്കളുടെ ബേബിയാണ്. ടീകോമുമായി ഇപ്പോൾ ഉണ്ടാക്കിയ കരാറിൽ എന്തെങ്കിലും മാറ്റം വരുത്തൂ? UDFൻ്റെ ലക്ഷ്യം സ്മാർട്ട് സിറ്റി ഏറ്റവും വേഗം വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് പറ്റിയ തെറ്റ് UDF ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തി. അതാണ് അവർക്ക് ഒരു വിനയായത്. തറക്കല്ലിട്ടതല്ലാതെ അതിൻ്റെ പുറത്തൊരു കല്ല് വെക്കാൻ 5 കൊല്ലം കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു ദുർഗതി UDFന് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ഒരു ദിവസം മുമ്പ് നടത്താമെങ്കിൽ ഒരു ദിവസം മുമ്പ് നടത്താൻ വേണ്ടിയാണ് UDF ശ്രമിക്കുന്നത്. പക്ഷേ UDF പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനകത്ത് കൊണ്ടുവന്ന ചില വ്യവസ്ഥകൾ UDFൻ്റെ IT പോളിസി നിന്നും വളരെ കൂടുതൽ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ഏറ്റവും വേഗം വരുത്തുക എന്നുള്ള ഓപ്ഷനായിരിക്കും സ്വീകരിക്കുക. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കൊച്ചിയിലെ ഇൻഫോ പാർക്ക് തീരെഴുതി കൊടുക്കാൻ പോയ മുഖ്യമന്ത്രി എന്നായിരുന്നു താങ്കൾക്കെതിരെയുള്ള പ്രചരണം. അത് ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞ കാര്യമല്ലേ? അന്ന് ആ സ്ഥലത്തിന് 80 കോടി രൂപ ധനകാര്യ വകുപ്പ് വിലയിട്ടെടുത്ത് 109 കോടി രൂപയ്ക്കാണ് അത് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. 80 കോടിയാണ് വില കൽപ്പിച്ചത്, 109 കോടി രൂപയ്ക്കാണ് കരാറ് ഉണ്ടാക്കി വെച്ചത്. അതിനെയാണ് തീരെഴുതി കൊടുത്തു, സൗജന്യമായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പൊതുമേഖലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ശ്രീ അച്യുതാനന്ദൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ സ്ഥലം അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു. അതിനെന്താ മറുപടി? ചെറിയൊരിടവേള. VKC പ്രൈഡ് വർത്തമാനം തുടരും. തുടർന്ന് കാണുക VKC പ്രൈഡ് വർത്തമാനം. വിഴിഞ്ഞം പദ്ധതി, അതുപോലെ കൊച്ചി മെട്രോ റെയിൽ, ഇങ്ങനെ പല പദ്ധതികളും നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതിനൊന്നും വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ. ഒരു തടസ്സവുമില്ല. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കും. ഈ പദ്ധതികളെല്ലാം UDFൻ്റെ കാലത്ത് ഫിനിഷിംഗ് പോയിന്റിലെത്തിയതല്ലേ? വിഴിഞ്ഞം ഒരു ചൈനീസ് കമ്പനി അതിൻ്റെ എഗ്രിമെൻറ്റിൽ, അതിൻ്റെ കരാറിൽ വന്നതുകൊണ്ട്, സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ UDF ഗവൺമെൻറ് കാലത്ത് പണി തുടങ്ങിയേനെ. മെട്രോ റെയിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു, 6 പേര് വന്നു. ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ പ്രോജക്റ്റുകളാണ്. UDF ഈ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ, വിഴിഞ്ഞം, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ദേശീയ ജലപാത, ഇതടക്കം എല്ലാ പരിപാടികളും തുടങ്ങും, പൂർത്തിയാക്കും. എത്ര കാലത്തിനുള്ളിൽ? അങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് പറയാൻ പറ്റുമോ? ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കും. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ ഫയലുകൾ അനക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതല്ല, കഴിഞ്ഞ തവണ കേന്ദ്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചായിരുന്നല്ലോ കേന്ദ്രത്തിനെതിരായി സമരം പ്രഖ്യാപിച്ച VS അച്യുതാനന്ദന് കേന്ദ്രത്തിൽ കിട്ടിയ സപ്പോർട്ട് എത്രയാ? കേന്ദ്രം സഹായിക്കാനിരിക്കുക. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇവിടെ പരിസ്ഥിതി സംബന്ധിച്ച് കേരളത്തിൽ അനുമതി കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആ കമ്മിറ്റി രൂപീകരിച്ചില്ല. അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ എത്രമാത്രം പ്രോജക്റ്റുകൾ വർഷങ്ങൾ കാലതാമസം വന്നു. ഇവിടുത്തെ സ്വകാര്യ പദ്ധതികൾ എത്ര കാലതാമസം വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേന്ദ്രമന്ത്രി ശ്രീ ജയറാം രമേശിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, 4 കൊല്ലമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുക, ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാൻ പോവുക. ശ്രീ ജയറാം രമേശ് ഈ 3-ാം തീയതി കേരളത്തിൽ വരും. കേരളത്തിൽ ഇന്ന് പെൻഡിംഗ് ആയിട്ടുള്ള വനം പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുക.
അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയതുകൊണ്ടല്ല. 4 കൊല്ലക്കാലം തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും പശ്ചിമ ബംഗാളും ത്രിപുരയും ചെയ്ത കാര്യം പോലും ചെയ്യാൻ കേരളം തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊരു മാറ്റം വന്നതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം കേരളത്തോട് പ്രത്യേകം താല്പര്യം കാട്ടുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്. എന്തായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയം? പോലീസ് നയം വളരെ വ്യക്തമാണ്. അത് ഈ ഗവൺമെൻറ്റിന് മാത്രമല്ല, UDF എന്ന് അധികാരത്തിൽ വന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക. ഇത് UDF എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പോലീസ് നയമാണ്. മുഖം നോക്കാതെ പോലീസിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയ്ക്ക് വരുന്ന ആ ഒരു ഗുണപരമായിട്ടുള്ളൊരു മുന്നേറ്റം എന്നും UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത് ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. പോലീസിൻ്റെ തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടാവുമോ? തിരക്കിട്ട ഒരു നീക്കത്തിനും ഞങ്ങൾ ഒരുപെടുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമല്ലല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ എല്ലാ രംഗത്തും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, പരാജയങ്ങൾ, അതിനൊന്നും ഞാൻ ഉദ്യോഗസ്ഥന്മാരെ അല്ല പഴി കാണുന്നത്. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തെറ്റായിട്ടുള്ള സമീപനം കൊണ്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയാലേ ഈ കേരളത്തിൽ നല്ലത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഉദ്യോഗസ്ഥന്മാരെയും ഗവൺമെൻറ് ജീവനക്കാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും UDFൻ്റെത്. പോലീസിലെ ക്രിമിനലുകളെ തുറന്നു കാട്ടാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കും? പോലീസിൻ്റെ ഒരു വിശ്വസനീയത പോലും നഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള ചില സംഭവങ്ങൾ കേരള പോലീസിൽ ഉയർന്ന് വന്നിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് പോലും അതൊരിക്കലും ഗുണകരമല്ല. നമുക്ക് നാണക്കേടുണ്ടായ സംഭവങ്ങളാണ് ഇത്. ഒരു മാധ്യമപ്രവർത്തകനെ വധിക്കാൻ കൊട്ടേഷൻ സംഘത്തെ പോലെ ഒരു DYSP നിയോഗിച്ചു. വളരെ ഗൗരവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രവണതയായിട്ടല്ല ഞാൻ കാണുന്നത്. പോലീസാകുമ്പം അധികാരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട്, ഒരു പ്രതീകമായിട്ട് കാണുക. അവരെ ആരും ചോദ്യം ചെയ്യാതിരിക്കുക. തെറ്റ് ചെയ്താൽ അവരെ ചോദ്യം ചെയ്യത്തുന്നുള്ള ആ ചിന്താഗതിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തമായ സമീപനം പോലീസിൻ്റെ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനം കൂടി ഇല്ലേ? അതിൽ അത് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടല്ലേ കിരീടം വെക്കാത്ത രാജാക്കന്മാരായി കഴിയുന്നത്? അതുമായിരിക്കാം. പക്ഷേ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്നാൽ ഇവരെയൊക്കെ ആ ഒരു മാർഗത്തിലൂടെ മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കൂ. ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ സംരക്ഷണം കിട്ടുകയും അത് ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലാകാം, രാഷ്ട്രീയ നിലവാരത്തിലായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ അവർ ചോദ്യം ചെയ്യപ്പെടും, അവർ ഒരിക്കൽ മറുപടി പറയേണ്ടി വരും എന്ന ഒരു ചിന്ത അവർക്ക് വന്നാൽ ഈ ഗുരുതരമായ തെറ്റുകളിലേക്ക് അവർ വീഴത്തില്ല. അതുകൊണ്ട് പോലീസിലെ ഈ ഒരു കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന് കുറ്റം ചെയ്തതിന് ശേഷം ഉള്ള ശിക്ഷയേക്കാൾ അതിനപ്പുറം തുടക്കത്തിൽ തന്നെ ഒരു നിസ്സാരമായ തെറ്റുകൾ പോലും വെച്ച് പൊറുപ്പിക്കാത്ത കർശനമായ നിലപാട് സ്വീകരിച്ചാലേ മതിയാകൂ. ആ ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുന്നത്. അഴിമതിരഹിത സംശുദ്ധ ഭരണം ഉറപ്പുവരുത്താനാവും അടുത്ത 5 വർഷക്കാലം. താങ്കൾക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുമോ? കാരണം പ്രതിച്ഛായ ബാധിക്കുന്ന ഒരുപാട് മന്ത്രിമാരുണ്ട്. ആ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. എനിക്കൊരു ആശങ്കയുമില്ല. എൻ്റെ ലക്ഷ്യവും എൻ്റെ എല്ലാം ഒരു കറപ്ഷൻ ഫ്രീ ഗവൺമെൻറ്, പ്രോ പുവർ, പ്രോ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാം സുതാര്യമായി ചെയ്യും. ആർക്കും ഏതവസരത്തിലും തെറ്റ് കണ്ടാൽ എന്നെ നേരിട്ട് സമീപിക്കാം, ഞാൻ അന്വേഷിക്കും. ഒരാളെയും ഞാൻ സംരക്ഷിക്കത്തില്ല. പക്ഷേ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു അഴിമതിരഹിത ഭരണം, അത് ജനങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭരണം, ആ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചോദ്യം കൂടി. എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി AK ആന്റണി സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ